യാ ലൊദാത്തോ ജെസു ക്രിസ്തോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് റോമിലെ പ്രസിദ്ധമായിട്ടുള്ള ജൊവാനി ഇൻ ലാത്തറാനോ എന്നറിയപ്പെടുന്ന പേപ്പൽ ബെസിലിക്കയുടെ മുന്നിലാണ്. പലപ്പോഴും നമ്മുടെ വീഡിയോയിലും മറ്റന്നാൾ ബെസിലിക്ക, പള്ളി, കത്തീഡ്രൽ എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 3-4 വാക്കുകൾ ചാപ്പൽ, ചർച്ച്, കത്തീഡ്രൽ ആൻഡ് ബെസിലിക്ക മുതലായ പദങ്ങളോട് ഉപയോഗിക്കുക. എന്താണ് ഒരു ചെറിയ ചാപ്പൽ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു പള്ളി. ഈ പള്ളിക്ക് പ്രത്യേകിച്ച് അധികാരിയായിട്ട് ഒരു പുരോഹിതൻ പക്ഷേ കാണണമെന്നില്ല. നമ്മുടെ കോളേജിൻ്റെ ചാപ്പൽ, സെമിനറിയുടെ ചാപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ പള്ളികളെയാണ് ചാപ്പൽ എന്നറിയപ്പെടുന്നത് എങ്കിൽ, ചർച്ച് എന്ന ടെക്നിക്കലി നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പാരിഷ് ചർച്ച് പോലെയുള്ള അധികാരിയായി ഒരു പുരോഹിതനുള്ള ഒരു ദേവാലയത്തെയാണ് ചർച്ച് എന്ന് വിളിക്കുക. എന്നാൽ ശ്രദ്ധിക്കുക, കത്തീഡ്രൽ എന്ന് പറയുന്നത് ഒരു ബിഷപ്പിൻ്റെ ദേവാലയമാണ്. ഒരു മെത്രാൻ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള അധികാരം ഉപയോഗിക്കുന്ന സ്ഥലത്തിനെയാണ് ആ പള്ളി, വലിയ പള്ളിയാണ് കത്തീഡ്രൽ എന്ന് പറയുക. കത്തീഡ്രലിൽ എപ്പോഴും ബിഷപ്പ് മാത്രം ഇരിക്കുന്ന ഒരു ചെയറും കാണാറുണ്ട്. അതിനെ കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുക. എന്നാൽ ബെസിലിക്ക എന്ന് പറയുന്നത് മാർപ്പാപ്പായുമായി ബന്ധമുള്ള പള്ളികളാണ്. റോമിൽ മാർപ്പാപ്പായുടെ സ്വന്തമായിട്ടുള്ള പ്രധാനപ്പെട്ട 4 പ്രധാനപ്പെട്ട ബെസിലിക്കലുണ്ട്. ഇതിനെ പേപ്പൽ ബെസിലിക്കൽ എന്നാണ് അറിയപ്പെടുക. സാൻ ജൊവാനി ഇൻ ലാത്തറാനോ, ഇത് ഒരു പേപ്പൽ ബെസിലിക്കയാണ്. അതുപോലെ സാൻ പീത്രോ അപ്പോസ്തലൻ്റെ പള്ളി, സാൻ പൗളോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബെസിലിക്ക, അതുപോലെ മരിയ മജോറ, മേരി ദ മേജർ ബെസിലിക്ക എന്ന് പറയുന്ന 4 ബെസിലിക്ക. ഇതുകൂടാതെ മറ്റു ബെസിലിക്കകളുണ്ട് റോമിലും ലോകത്തിൻ്റെ പല ഭാഗത്തും. ഇവയെല്ലാം പ്രധാനപ്പെട്ട വലിയ പള്ളികളാണ്. ഈ ബെസിലിക്ക എന്ന് പറയുന്ന സ്റ്റാറ്റസ് എപ്പോഴും പള്ളികൾക്ക് കൊടുക്കുന്നത് മാർപ്പാപ്പയാണ്. എന്തായാലും റോമിലെ മനോഹരമായ സാൻ ജൊവാനി ഇൻ ലാത്തറാനോ എന്ന് പറയുന്ന ഈ പേപ്പൽ ബെസിലിക്കയിലേക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.